നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ലവ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? ഒരു റിലേഷൻഷിപ്പിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ടു ഗിവ് ലവ് ആൻഡ് റിസീവ് ലവ് എന്നുള്ളതാണ്. പലപ്പോഴും ആൾക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, എനിക്ക് സ്നേഹമൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ എനിക്ക് വേണ്ട രീതിയിലല്ല ആളെന്നെ ഇഷ്ടപ്പെടുന്നത്. പലപ്പോഴും നമുക്ക് വേണ്ട രീതിയിൽ ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെടാത്തപ്പോൾ അല്ലെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റാത്തപ്പോൾ അത് റിലേഷൻഷിപ്പിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാനും ഹാപ്പിയർ ആക്കാനും പറ്റുന്ന 5 ലവ് ലാംഗ്വേജസിനെ കുറിച്ചാണ്. ഗ്യാരി ചാപ്മാൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള 5 ലവ് ലാംഗ്വേജസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണ്. പൊതുവെ നമ്മൾ നമ്മുടെ പാർട്ട്ണറിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് താങ്ക് യു, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നീ എങ്ങനെ ചെയ്തു തന്നത്, അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ തീ തന്ന ഗിഫ്റ്റ് നല്ല ഭംഗിയുണ്ട്, അങ്ങനെയുള്ള വേർഡ്സ് ഓഫ് അഫർമേഷൻ. ഇനി അതല്ലാതെ തന്നെ ജനറലി അവർക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതായത് അഫേം ചെയ്യുക, ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ഹാപ്പിയാണ്, ഐ എം ലവ്ഡ് ബൈ യു എന്നുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പാർട്ട്ണറിനോട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്ട്സ് ഓഫ് സർവീസ് ആണ്. അതായത് ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ പാർട്ട്ണറിനെ ഹെൽപ്പ് ചെയ്യുക. പലപ്പോഴും നമുക്ക് ചെയ്യേണ്ട കാര്യമായിരിക്കില്ല, പാർട്ട്ണറിന് തന്നെ ജോലിയായിരിക്കും, പക്ഷെ അതിൽ അവരൊന്ന് ഹെൽപ്പ് ചെയ്യുക, നമ്മളും കൂടി ഇൻക്ലൂഡ് ആയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് അന്വേഷിക്കുക. ഇനി അതല്ലാതെ അവർ ചോദിക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിർബന്ധിച്ചാൽ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയല്ലാതെ ഇതും എൻ്റെ ഒരു ഷെയർ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ ഈ ആക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത് അവളുടെ സ്ട്രെസ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ സ്ട്രെസ് കുറയ്ക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി അവർ ചോദിക്കാതെ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി ഹാപ്പിയറായി കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം ഗിവിങ് ഗിഫ്റ്റ്സ് ആണ്. അതായത് നമ്മളുടെ ഒരു ആനിവേഴ്സറി വരുമ്പോൾ, അല്ലെങ്കിൽ ബർത്ത്ഡേ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒക്കേഷൻ, അവർക്കൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അത് സെലിബ്രേറ്റ് ചെയ്യാൻ ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള, അവർ പറഞ്ഞ ചിലപ്പോൾ ഒരു ചെറിയ കാര്യമായിരിക്കാം, ചെറിയൊരു ബുക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു കളറിങ് ബുക്കായിരിക്കാം, അവർ പെയിൻറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അത്, അല്ലെങ്കിൽ പ്ലാന്റൊക്കെ കാര്യം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെറിയ തോട്ട്ഫുൾ ആയിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ്സ് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഓർത്ത് വെക്കുക, അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന വിധം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതിൻ്റെ ഉപരിയായിട്ട് അവരെ ചെറിയ ചെറിയ റാൻഡം മൊമെൻറ്റ്സിൽ സർപ്രൈസ് ചെയ്യുക എന്ന് പറയുന്നതും ആ റിലേഷൻഷിപ്പിൻ്റെ ഹാപ്പിനെസ് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അടുത്തൊരു കാര്യം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മളുടെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഫോൺസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പുറത്ത് പോകുമ്പം കപ്പിൾ ഒരുമിച്ചായിരിക്കും ഉണ്ടാകുന്നത്, ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ചിലപ്പോൾ അവർ ഫോണിൽ എന്തെങ്കിലും സ്വന്തം കാര്യം ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവില്ല. സോ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അവരുടെ കൂടെയുള്ള സമയം വളരെ കുറച്ചാണെങ്കിലും, ക്വാണ്ടിറ്റി വൈസ് കുറവാണെങ്കിലും, ആ ഉള്ള സമയം നല്ല രീതിയിൽ ഹാപ്പിനെസ്സിനും നമ്മളുടെ പാർട്ട്ണറായിട്ട് ഡീപ്പ് കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്യാനും അവരോട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ ഡേറ്റ്സ് പ്ലാൻ ചെയ്യുക, മൂവീസിന് പോവുക, ഷോപ്പിങ്ങിന് പോവുക, ഇനി ഒന്നും അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയും പോയിരുന്ന് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അങ്ങനെ അവരുടെ കൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അവർ സ്പേസ് ബിൽഡ് ചെയ്യാനും ഈ ഒരു ക്വാളിറ്റി ടൈം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദ ഫിഫ്ത്ത് ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ ടച്ച് ആണ്. അതായത് ഹോൾഡിങ് ഹാൻഡ്സ് ആയിരിക്കാം, ചെറിയ ഹഗ്സ് ആയിരിക്കാം. ഇനി അതല്ലാതെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എക്രോസ് ഇരിക്കാതെ നമ്മൾ തൊട്ടടുത്ത് ഇരിക്കുന്നതായിരിക്കാം, സിറ്റിംഗ് ക്ലോസ് എന്ന് പറയുന്നതായിരിക്കാം. ഇനി അതല്ലാതെ നമ്മളുടെ ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സ് ആയിരിക്കാം. സോ ഇതൊക്കെയാണ് നമ്മളുടെ 5 ലവ് ലാംഗ്വേജസ് വരുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നമ്മളുടെ ലവ് ലാംഗ്വേജസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ചില ആൾക്കാർക്ക് ഫിസിക്കൽ ടച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ ചില ആൾക്കാർക്ക് ഫിസിക്കൽ ടച്ച് തീരെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്കത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നായിരിക്കാം. പക്ഷെ ചില ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്ന ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേർഡ്സ് ഓഫ് അഫർമേഷൻ ആയിരിക്കാം അവർ ഹാപ്പി ആക്കുന്നത്. സോ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ ലവ് ലാംഗ്വേജ് ഇതാണ്, നിൻ്റെ ലവ് ലാംഗ്വേജ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു അവയർനെസ് രണ്ടാൾക്കും ഉണ്ടെങ്കിൽ തന്നെ ആ റിലേഷൻഷിപ്പിൽ ഒരു റോങ് റണ്ണ് പോകുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് അപ്പുറത്തെ പാർട്ട്ണറിനെ ലവ് കൊടുക്കാനും റിസീവ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. For more relationship and mental health related content, subscribe to our page. Thank you.